ഒരു കലണ്ടർ ഉണ്ടാക്കലാണ് ഇന്നത്തെ പരിപാടി. കലണ്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റില്ല, ഇങ്ങനെ മറിച്ച് നോക്കാൻ പറ്റുന്ന കലണ്ടർ. പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, ചെയ്തു വരുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്, അതിന്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ടോട്ടൽ നമുക്കൊരു 10 ഐസ്ക്രീം സ്റ്റിക്സ് വേണം. എന്നിട്ട് ഇതിൽ 3 എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് ഗ്ലൂ ചെയ്തെടുക്കണം. അങ്ങനെ 3 വരുന്ന 2 സെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിറ്റ്കാറ്റ് ഒക്കെ പോലെ കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് കഴിക്കാൻ തോന്നി, നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെ 2 സെറ്റ് ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് വേറെ 2 എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 വേണം. എന്നിട്ട് ഈ 2 ഈ ആദ്യം ചെയ്ത 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ കിട്ടും. ഇനി ഇതിന്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ക് ട്യൂബാണ് എടുത്തിരിക്കുന്നത്, പേനയുടെ ഒക്കെ അകത്തുള്ള. എന്നിട്ട് അതിനൊരു ഭംഗി വരുത്താൻ വേണ്ടി ഒന്ന് വാഷി ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കലണ്ടർ ഹാങ് ചെയ്തിടാന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ കലണ്ടർ ഒക്കെ വരച്ചെടുത്തു. ഹാങ് ചെയ്തിടാൻ വേണ്ടി പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഹൂപ്പ് ഇയറിംഗ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. എന്നിട്ട് അതിലിങ്ങനെ കലണ്ടർ ഇട്ടു, ഇതിന്റെ മേലെ എടുത്ത് വെച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത്രയും ചെയ്തു വന്നപ്പം ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അങ്ങനെ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഒന്ന് പെയിന്റ് ഒക്കെ മാറ്റി അടിച്ചു കൊടുത്തു. ഇപ്പൊ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഓരോ കലണ്ടറിന്റെയും പുറകിൽ നമുക്ക് ആ മാസമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ എന്തെങ്കിലും ഗോൾസോ നിങ്ങളുടെ ഡ്രീംസോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളോ ആ ടു ഡു ലിസ്റ്റ് പോലും നമുക്ക് ഇതിന്റെ ബാക്കിൽ ഒന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി വെച്ചു. ഇനി ഈ കലണ്ടർ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ഫോട്ടോസ് ഒക്കെ ഹാങ് ചെയ്തിടണമെങ്കിൽ അതിനും അടിപൊളിയാണ്. അപ്പോൾ ഈ സാധനം സൂപ്പർ അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തോ.